നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കിടിലൻ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധി പറയുകയാണ് മോദി വെറും ഷോയാണെന്ന്. കേട്ടാൽ ചിരി വരുന്നുണ്ടോ? സ്വാഭാവികമാണ്. കാരണം ഈ ഷോയുടെ ശക്തി എന്താണെന്ന് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഇന്ത്യക്കാർ നേരിട്ട് കണ്ടതാണല്ലോ. ഇന്ത്യ ഇന്ന് ഈ കാണുന്ന വലിയ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ലോകത്ത് നമുക്ക് കിട്ടുന്ന ബഹുമാനവും ഇതെല്ലാം ആ ഷോയിൽ നിന്നും വന്നതാണെങ്കിൽ എന്ത് നല്ല ഷോയാണല്ലേ. ടിക്കറ്റ് എടുത്ത് കാണാൻ തോന്നില്ലേ? രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. മോദിക്കൊപ്പം കുറച്ചു നേരം ഇരുന്നപ്പോൾ ഗഡ്സ് ഇല്ലെന്ന് മനസ്സിലായി പോലും. അതെ, തീർച്ചയായും രാജ്യത്തെ സാമ്പത്തികമായി ലോകത്ത് 5ാം സ്ഥാനത്ത് എത്തിച്ചതും കോടിക്കണക്കിന് പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിച്ചതും ഡിജിറ്റൽ ഇന്ത്യ വഴി എല്ലാം വിരൽത്തുമ്പിൽ എത്തിച്ചതും ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് വെറും ഷോയായി തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം അദ്ദേഹത്തിന്റെ ലെവലിൽ ഇതൊന്നും മനസ്സിലാക്കാൻ വഴിയില്ലല്ലോ. ഒരുപക്ഷെ ഗഡ്സ് എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് മോദി ഒരു ഹൽവയും കൊടുക്കാതെ രാജ്യത്തെ ഇത്രയും വലുതാക്കി എന്നായിരിക്കും. കൊറോണ വന്നപ്പോൾ ലോകം പേടിച്ച് വിറച്ചില്ലേ? അപ്പോൾ ഇന്ത്യ സ്വന്തമായി വാക്സിൻ ഉണ്ടാക്കി 100 കോടിയിലധികം ആളുകൾക്ക് കൊടുത്തത് വെറും ഷോയായിരുന്നു. അയ്യോ പാവം, മാധ്യമങ്ങൾ വീർപ്പിച്ച് കാണിച്ചതാണ് എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. സ്വന്തമായി ഒരു നല്ല പേരുണ്ടാക്കാൻ അദ്ദേഹം കഷ്ടപ്പെടുമ്പോൾ ലോകം മുഴുവൻ മോദിയെ അംഗീകരിക്കുന്നത് വെറും മാധ്യമക്കളിയാണെന്ന് പറയുമ്പോൾ ആരുടെ ധൈര്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്? പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ പേടിച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരാൾക്ക് മറ്റേയാളുടെ ധൈര്യം മനസ്സിലാക്കില്ല. നമ്മുടെ അതിർത്തിയിൽ ശത്രുക്കൾ കണ്ണുരുട്ടുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് റഫേൽ വിമാനങ്ങളും പുതിയ ആയുധങ്ങളും നൽകി ശക്തരാക്കിയത് വെറും ഷോ ആയിരുന്നു. പണ്ട് ചൈനക്കാർ വരുമ്പോൾ വെള്ളക്കൊടി കാണിച്ചിരുന്ന കാലം മാറി. ഇന്ന് നമ്മൾ തലയുയർത്തി നിൽക്കുന്നു, ആവശ്യപ്പെട്ടാൽ തിരിച്ചും കൊടുക്കുന്നു. അതും ഷോയാണോ രാഹുൽജി? എങ്കിൽ ഇത്തരം ഷോകൾ ഇനിയും വരട്ടെ, അല്ലാതെ വെറും 0 ഷോകൾ നമുക്കിവിടെ വേണ്ട. മോദിയുടെ ഷോയുടെ ശക്തി ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് കണ്ടു. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ UPA സർക്കാർ കുറെ കാലം ഇവിടെ ഭരിച്ചിട്ടും എന്താണാവോ ഇവിടെ ഉണ്ടാക്കിയത്? ദളിതർ, പിന്നാക്കക്കാർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ 90% ആളുകളും. എന്നാൽ ബജറ്റ് ഉണ്ടാക്കി ഹൽവ കൊടുക്കുമ്പോൾ ഈ 90% പേരെ പ്രതിനിധീകരിച്ച് ആരും ഉണ്ടാകില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ ശരി, 10 വർഷം ഭരിച്ചിട്ടും ഈ 90% ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു കഷ്ണം ഹൽവ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരുടെ തലയിലാണ് എന്റെ രാഹുൽജി? നിങ്ങളുടെ പാവപ്പെട്ടവരുടെ സർക്കാരിന്റെ കാലത്ത് ഈ 90% എവിടെയായിരുന്നു? അന്ന് ജാതി സെൻസസ് നടത്താത്തത് തന്റെ തെറ്റാണെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്. അന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ജാതി സെൻസസ് നടത്തുമായിരുന്നു അത്രേ. എന്തൊരു വലിയ അറിവ്! അപ്പോൾ ഈ 10 വർഷം എവിടെയായിരുന്നു? നിങ്ങളുടെ പാർട്ടിയിലെ മറ്റു നേതാക്കൾക്കൊന്നും ഈ തെറ്റ് ഇതുവരെ മനസ്സിലായില്ലേ? അതോ നിങ്ങൾ മാത്രമാണോ അറിവില്ലായ്മയുടെ പേരിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഈ ഹൽവ ഉണ്ടാക്കിയത്, നിങ്ങൾ കഴിക്കാൻ കൊടുത്തത് സ്വന്തക്കാർക്കാണെന്ന് മാത്രം. അതൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ടല്ലോ. എന്നിട്ടിപ്പോ വലിയ പ്രസംഗം നടത്തുന്നു. കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? യുവാക്കൾക്ക് നല്ല ജോലി കൊടുത്തോ? പോട്ടെ, ഇതൊക്കെ പോട്ടെ, അഴിമതിയില്ലാത്ത ഭരണമെങ്കിലും നിങ്ങൾ നൽകിയോ? അതൊന്നും ഓർമ്മയില്ല അല്ലെ? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകളും തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥകളും ഭരണം നിശ്ചലമായതും മാത്രമാണ് ഇവിടെ UPA കാലത്ത് ഇന്ത്യ കണ്ടത്. അന്ന് ഒരു ഹൽവ കഷ്ണം പോയിട്ട് ഹൽവ ഒന്ന് മണപ്പിക്കാൻ പോലും ആർക്കും കിട്ടിയിട്ടില്ല. അതെ, ചിലർക്ക് മോദിയുടെ ഭരണം വെറും ഷോ ആയിരിക്കാം. എന്നാൽ ആ ഷോയാണ് ഇന്ത്യയെ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ശക്തിയായി, ഒരു അഭിമാനമായി ഉയർത്തിക്കൊണ്ടുവന്നത്. പ്രതിരോധത്തിലും സാമ്പത്തികത്തിലും പുതിയ നിർമ്മാണങ്ങളിലും ഇന്ത്യ മുന്നേറിയത് ഈ ഷോയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ വെറുതെ നെഹ്റു കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചത് കൊണ്ടല്ല. ഇനി നിങ്ങൾ പറയൂ, ഈ ഷോയാണോ നല്ലത് അതോ ഈ വായ്ത്താളമാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.